മാഡം ഏതാണ്ട് ഒരു 9 ദിവസത്തെ ഒരു അതെ അതൊരു 9 ദിവസത്തെ മിഷനായിരുന്നു. പക്ഷെ ഏതാണ്ട് ഒരു 9 മാസത്തോളം ആ ഒരു യജ്ഞം ഇങ്ങനെ നീണ്ടുപോവാണ്. അതെ അപ്പോൾ ഈ ഒരു 9 മാസക്കാലം ഒരു അന്യപുരുഷൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള മാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ ഫാമിലിയുടെ റെസ്പോൺസ്, ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എങ്ങനെയായിരുന്നു? പുള്ളിക്ക് പരിഭവമോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തെങ്കിലും കുത്തി ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും? എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ഇത്? ശരിക്കും പറയാൻ നിങ്ങൾക്ക് എന്താ അറിയാം? അല്ല മാം, സ്പേസിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം. അതിനൊന്ന് ആൻസർ ചെയ്യണം. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്പേസിലൊക്കെ ശരിക്കും ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എടോ, നമുക്ക് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം. മാം അങ്ങനെ പറയരുത്. മാമിന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ മേക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. മാമിനെ പോലെ ഒരു ഹൈ ഐക്യമുള്ള ആളെ കിട്ടുമ്പോൾ ചോദിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്ന സത്യം പറയും. ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? അതായത് അങ്ങോട്ടും ആടും ഇങ്ങോട്ടും ആടും, നേരെ നിന്ന സത്യം പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുട്ടിക്ക് നാസ എന്താണെന്നറിയാമോ? നാസ എന്താണെന്ന് ഞാൻ കേട്ടില്ല. പക്ഷെ നാസിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഗോവയ്ക്ക് പോയി മടുക്കുമ്പോൾ പോണത് നാസിക്കിലാണ്. ഷോ, ഞാനിതിനൊക്കെ എന്തോ മറുപടി പറയാനാ. കുട്ടി, ബോൺ ഡെൻസിറ്റി ഡിപ്ലീഷൻ എന്നൊരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നാൽ അങ്ങനെ ഒരു അസുഖമുണ്ട്. ഞങ്ങളെപ്പോലെ സ്പേസിൽ യാത്ര ചെയ്തിട്ട് വരുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായൊരു അസുഖമാണത്. ഈ രോഗാവസ്ഥ മൂലം നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളുടെയും എല്ലുകളുടെയും ഒക്കെ ബലം ക്ഷയിച്ചു പോകും. ഈ ഗ്രാവിറ്റിയുടെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കരമായ ബലക്കുറവ് അനുഭവപ്പെടും. പിന്നെ ഈ വേദന, ഒന്ന് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ. ഈ കൈയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഉയർത്തണമെങ്കിലേ എന്ത് വേദന സഹിക്കണമെന്നറിയാവോ? എന്നാലും ഞാനതങ്ങ് സഹിക്കും. എടാ തൊപ്പിക്കാരാ, ഒന്ന് കട്ട് ചെയ്തേടാ. ഒന്ന് കട്ട് ചെയ്തത് മാഡത്തിന്റെ ഒരു ആഗ്രഹമല്ലേ? കട്ട് ചെയ്തേക്ക്. ഓക്കെ, ഇനി ക്യാമറ ഓണാക്കി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ശാസ്ത്രത്തിനും ചിലപ്പോഴൊക്കെ തെറ്റുപറ്റും. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? മാഡമല്ലേ പറഞ്ഞത് ഗ്രാവിറ്റി കാരണം മാഡത്തിന്റെ കൈക്കും കാലിനും ഒന്നും ബലമൊന്നും ഇല്ലെന്ന്? ആര് പറഞ്ഞു? നല്ല ബലവാ. എനിക്ക് നല്ല വേദന.